ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കളർഫുൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഒറിഗാമി പേപ്പർ കൊണ്ടൊരു ക്യൂട്ട് ഫ്ലവർ വേസ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ഒറിഗാമി പേപ്പർ എടുക്കുക. അതിനുശേഷം പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ചെറിയൊരു പോർഷൻ ഇതേ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ മടക്കിയ പേപ്പറിൻ്റെ ആ ചെറിയ പോർഷൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് വെക്കാം. അതിനുശേഷം പേപ്പർ അങ്ങനെ തന്നെ വെച്ച് അതിൻ്റെ ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി അതിൻ്റെയും ഈക്വൽ ഹാഫായിട്ട് മടക്കാം. ഇങ്ങനെ എത്രത്തോളം മടക്കിയെടുക്കാൻ പറ്റൂ അത്രയും പ്രാവശ്യം ഇതേ രീതിയിൽ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി മടക്കിയ പേപ്പർ നിവർത്തി കഴിയുമ്പോൾ അതിനുള്ളിലായിട്ട് ഇതേപോലെ ഒരുപാട് ലൈൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക, എന്നിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് രണ്ട് സൈഡിലേക്കും പേപ്പർ മടക്കി മടക്കി എടുക്കുക. അതിനുശേഷം പേപ്പർ നിവർത്തിയിട്ട് ഇതിൽ കാണുന്നത് പോലെ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. ഇനി ചെറിയ പോർഷനിൽ നമ്മൾ മടക്കി കൊടുത്ത പേപ്പറിൻ്റെ ഓരോ മടക്കുകളായിട്ട് ഇതേപോലെ മുകളിലേക്കാക്കി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഫ്ലവർ വേസിൻ്റെ 2 പോർഷനായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പേപ്പറിൻ്റെ ആ സ്മോൾ പോർഷൻ ഒരിക്കൽ കൂടി ഒന്ന് മുകളിലേക്കാക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് ആക്കുന്ന സമയത്ത് എൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ മടക്കുകളും മുകളിലേക്കാക്കി ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം പേപ്പറിൻ്റെ ഓരോ മടക്കുകളായിട്ട് ഇതേപോലെ ഒന്ന് ചേർത്ത് പിടിക്കാം. ഇപ്പോൾ നമുക്ക് ഒരു 7 ഷേപ്പിലായിരിക്കും കേട്ടോ ഇത് കിട്ടുക. ഇനി ചെയ്യേണ്ടത് പേപ്പറിൻ്റെ രണ്ടറ്റത്തുമായിട്ട്, അതായത് മുകളിലും താഴെയുമായിട്ട് ചെറിയൊരു പോർഷൻ ഇതേ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കുന്നതിനോടൊപ്പം നന്നായിട്ട് പ്രസ് ചെയ്ത് കൂടി മടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. പേപ്പർ മടക്കി നിവർത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മടക്കി വീണിരിക്കുന്ന, അതായത് അതിൽ കാണുന്ന ആ ലൈനിൻ്റെ അതേ ഷേപ്പിൽ തന്നെ പേപ്പർ രണ്ട് സൈഡിലും ഒന്ന് മടക്കിയെടുക്കാം. പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നാം, പക്ഷെ വീഡിയോ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേ രീതിയിൽ മടക്കിയെടുത്ത 2 പീസസ് പേപ്പർ കൂടിയിട്ട് ഈ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണം.
ഇനി നമ്മൾ മടക്കിയെടുത്ത ഓരോ പീസ് പേപ്പറിൻ്റെയും സൈഡുകൾ ഇതേ രീതിയിൽ ഗം ഉപയോഗിച്ചിട്ടൊന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കാം. ഈ 3 പേപ്പറിൻ്റെയും സൈഡുകൾ ഒട്ടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതൊരു ഫ്ലവർ വേസിൻ്റെ ഷേപ്പിലേക്കായി കിട്ടും കേട്ടോ. പേപ്പറും ഗമ്മും മാത്രം യൂസ് ചെയ്തെടുത്ത ഈ ഒരു ക്യൂട്ട് ഫ്ലവർ വേസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ പേപ്പർ മടക്കിയെടുക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത മുകളിലും താഴെയായിട്ട് മടക്കി കൊടുത്ത ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യുക കേട്ടോ. സെൻറ്ററിലെ ഭാഗം മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള ക്യൂട്ട് ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.